ഈ വചനം ഞാനും നിങ്ങളും ഭക്ഷിക്കട്ടെ സ്നേഹമുള്ളവർ. അപ്പോൾ ഈ തിരുവചനം എപ്പോഴും നമ്മളുടെ ഹൃദയത്തിലുണ്ടായിരിക്കും, അധരങ്ങളിലുണ്ടായിരിക്കും. രാവും പകലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ദൈവവചനത്തെക്കുറിച്ച്. എന്നോട് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ സഹോദര, 2005 നിങ്ങളൊരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു വചനം സ്പർശിച്ചു. ആ വചനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ച പോലെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് എവിടെ എഴുതി വച്ചിരിക്കുന്നത്, അതിൻ്റെ കൊട്ടേഷൻ ഒന്ന് പറഞ്ഞു തരാമോ? ബൈബിളിൽ എവിടെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്? ആ സ്ത്രീ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഏതാ വചനം? അവൾ ആ വചനം ഓഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു: സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ ഗോപുരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കാന്ന്. എൻ്റെ സ്വർണം നീ എങ്ങനെയാണ് മങ്ങിപ്പോയി? എൻ്റെ തങ്കം നിനക്കെങ്ങനെയാണ് മാറ്റം വന്ന്? വിശുദ്ധ ഗോപുരം പണിയാനുള്ള ദൈവത്തിൻ്റെ വിശിഷ്ട കല്ലുകളാണ് നമ്മൾ. സഭ കെട്ടിപ്പടുക്കാനുള്ള ദൈവത്തിൻ്റെ പൊന്നു മക്കളാണ് നമ്മൾ. ഈ വിശിഷ്ട കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്ന പോലെയല്ലേ അസ്വസ്ഥമായിട്ട് പിശാചിൻ്റെ പിടിയിലും പെട്ട് ദൈവവിശ്വാസം കുറഞ്ഞ് ഞാനും നമ്മളിൽ ചിലരൊക്കെ അസ്വസ്ഥതയില്ലേ? ദൈവം ചോദിക്കുക, സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു? ഈ തിരുവചനം എവിടെ എഴുതി വച്ചിരിക്കുന്നത്? അന്ന് 2005 എവിടെയോ മഡോണയിലോ എവിടെയോ വെച്ച് ധ്യാനം കൂടുമ്പോൾ തൃശ്ശൂർ രൂപതയിൽ ഈ വചനം സഹോദരൻ പറഞ്ഞപ്പോൾ എനിക്കത് ഹൃദയത്തിൽ തൊട്ടു. ഞാനൊരു മങ്ങിപ്പോയ സ്വർണമാണെന്ന് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഒരു ബോധ്യം വന്നു. അതിൻ്റെ പിന്നാലെ നിങ്ങളത് വ്യാഖ്യാനിച്ചു. സ്വർണം മങ്ങിപ്പോകാനുള്ള കാരണം, സ്വർണം മങ്ങാനുള്ള ഏക കാരണം സ്വർണമല്ലാത്തത് അതിൽ മിക്സായിട്ടുണ്ടാവുന്നേ. സ്വർണമല്ലാത്തത് അതിൽ കൂടിച്ചേർന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സ്വർണം മങ്ങിപ്പോകുന്ന, തങ്കത്തിന് മാറ്റു കുറയുന്നത്. ആ ദൈവസ്നേഹമല്ലാത്തത്, ആ ദൈവകൃപയല്ലാത്തത് എന്തൊക്കെയോ എന്നിലും നമ്മളിലൊക്കെ വന്ന് നിറഞ്ഞ് അടിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ മങ്ങിപ്പോയ സ്വർണം പോലെ നമ്മളെപ്പോഴും നടക്കാൻ പ്രിയപ്പെട്ടവർ. ഒരു സന്തോഷമില്ല, എപ്പോഴും ഒരു ദേഷ്യം, എപ്പോഴും ഒരു അസ്വസ്ഥത, എപ്പോഴും ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഞാനും നമ്മളിൽ ചിലരൊക്കെ ഈ ജീവിതം നല്ലൊരു ആനന്ദമാക്കി തീർക്കേണ്ട നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെടുത്താണ്. മങ്ങിപ്പോയ സ്വർണം. ആ സ്ത്രീ വിളിച്ചിട്ട് പറയുക, ആ വചനം ഒന്ന് എന്നോട് പറയുമോ? ഞാനത് ബൈബിളിൽ നോക്കി ഒന്നും കൂടി അത് ഹൃദയസ്ഥമാക്കട്ടെ, ഒന്നും കൂടി അത് ഞാൻ ബൈഹാർട്ടാക്കട്ടെ. എൻ്റെ